നമ്മൾ ഈ അടുത്ത് വലിയൊരു വാർത്ത കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വാർത്തയാണ്. പക്ഷെ കണ്ടു അധികം ആരും ചർച്ച ചെയ്തൊന്നുമില്ല. കേന്ദ്ര സർക്കാരിന് CSR ഫണ്ട് ഉണ്ട്. ഈ CSR ഫണ്ട് ഉപയോഗിച്ച് പാതി വിലയ്ക്ക് സ്ത്രീകൾക്ക് സ്കൂട്ടർ ലഭ്യമാക്കുന്ന ഒരു പരിപാടി, എല്ലാത്തരം ഉപകരണങ്ങളും ലഭ്യമാക്കുന്ന ഒരു പരിപാടി. സ്കൂട്ടർ എന്ന് മാത്രമല്ല കേട്ടോ, അങ്ങനെ ഒരു പരിപാടി എൻ്റെ അടുത്ത് നമ്മുടെ സുഹൃത്ത് പ്രീതാണ് ഒരു ഇലക്ഷനൊക്കെ തോറ്റിരിക്കുമ്പോൾ പറഞ്ഞത്. ബിജുവേട്ട അങ്ങനെ വൈക്കത്ത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഗംഭീര പരിപാടിയാണെന്നാണ് പറയണേ. നടക്കുന്നുണ്ടാവൂലേ, CSR ഫണ്ടല്ലേ, ആർക്ക് കിട്ടും നമുക്ക് അറിയില്ലല്ലോ. സേവാഭാരതിക്കൊക്കെ CSR ഫണ്ട് കിട്ടുന്നതാണ് നമ്മൾ അറിയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ പിരിവെടുക്കണമെന്ന് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ കൊടുക്കേണ്ടായിരിക്കും. കാരണം എൻ്റെ രാധാകൃഷ്ണനൊക്കെയാണ് അതിൻ്റെ പിറകിൽ നിൽക്കുന്നത്, അവരുടെയാണ് ബോർഡുകൾ കാണുന്നത്. ചിലപ്പോഴൊക്കെ മറ്റ് പാർട്ടികളുടെ ആളുകളുടെയും അതിൻ്റെ സമ്മാനദാനത്തിനൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഗംഭീര പരിപാടിയാണ്. കുറച്ച് നാൾ കഴിഞ്ഞു ഒരു പരാതി വന്നു. ഇപ്പം മനസ്സിലാവുന്നത് എന്താണെന്നറിയോ, ഇതെല്ലാമേ തട്ടിപ്പായിരുന്നു എന്നുള്ളതാണ്. എന്താ പറയുക, കഴിവുള്ളവന് കാശുള്ളവന് കാശ് കൊടുക്കും, അല്ല കഴിവില്ലാത്തവൻ്റെ കാശ് പോയി. ഏതാണ്ട് കോടിക്കണക്കിന് രൂപ പോയി. BJP-കാരെ അഞ്ചിൻ്റെയൊക്കെ ഇതിൽ പ്രതികളായി വരുന്നവരാവും എന്നുള്ളത് കണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെ സമയമാം അങ്ങനെയാണ്, ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഈ കടൽ തീരത്ത് ഈ തീരപ്രദേശത്തോടനുബന്ധിച്ച് അതുപോലെ മറ്റൊരു തട്ടിപ്പ്. ഇന്ത്യയുടെ ബാങ്കുകളിൽ നിരവധിയായ തുക വെറുതെ കിടക്കുന്നുണ്ട് അവകാശികളില്ലാതെ. നിയമപരമായ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ കുറച്ച് സഹായം വേണം. വെറുതെ ഇരിക്കുകയായിരുന്നു ഒരു 1500 കോടിയുടെ തട്ടിപ്പ്. ഇന്ന് വരെ ഈ വാർത്ത ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ക്രൈം നന്ദകുമാർ വന്ന് ഇവരായിട്ട് ഡീൽ ഉറപ്പിച്ച് പോയി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നിഖിൽ ഡേവിസ് മനോരമയെന്നും അതിനു മുമ്പ് നമ്മുടെ സൂരജ് സതി 24 റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി നാളേക്ക് എന്തെങ്കിലും ഉണ്ടാവില്ല. കാരണം പോയതൊക്കെ പോയി. വാർത്ത പറഞ്ഞാൽ കഷ്ടകാലം, എന്തൊരു കഷ്ടകാലം നോക്ക്. പിണറായി വിജയൻ്റെ ആരെങ്കിലുമാണ്, നമ്മൾ പറയാണ്, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് കുറച്ച് അഴിമതി പണമുണ്ട്, നമ്മൾക്കത് വീതം വെച്ച് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇത് ചെയ്തതെന്ന് വെച്ചാലോ. അയ്യോ, ഞങ്ങളങ്ങോട്ട് ആഘോഷിച്ച് വിനു വിജോൺ ഇങ്ങനെ പൊളിച്ച് വലിയ കാര്യമാക്കി മാറ്റിയാന് ഉണ്ടാട്ടില്ല. എനിക്ക് ഓർമ്മ വരുന്നത് പഴയൊരു കാലമാണ്. ശ്രീജിത്ത് പണിക്കർക്കൊക്കെ ഓർമ്മയുണ്ടാവും. നമ്മളിങ്ങനെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. മൻമോഹൻ സിംഗ് ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മളൊക്കെ അറിയപ്പെടുന്നത്. ജനങ്ങളുടെ കയ്യിൽ കാശ് വരത്തുകയും നമ്മുടെ പോലെയുള്ള പുതിയ മേഖലകൾ കച്ചവടത്തിൽ ആരംഭിക്കാനായിട്ട് ജനങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്ത ഒരു ധിഷണാശാലിയായ ഒരു നേതാവായിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലിയുടെ ഒക്കെ കെയർ ഓഫിൽ ധനമന്ത്രി അദ്ദേഹവും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മോഡി വരുന്നതൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ നോട്ട് നിരോധനം വരികയാണ്. നോട്ട് നിരോധനം വരുമ്പോൾ നമ്മൾ കേട്ട ഒരു വലിയ നുണയുണ്ട്, ഒരു പെരും നുണയുണ്ട്. കാരണം ഇനി ഇവിടെ പെട്രോളിന് 50 രൂപയാവും, ഡീസലിന് 50 രൂപയാവും, സ്ഥലത്തിനൊക്കെ ചായക്കാശാവും. നിങ്ങൾ ഇങ്ങനെ ആഘോഷമായിരിക്കും. കാരണം 1,16,000 കോടി രൂപ വിപണിയിൽ നോട്ടുണ്ടെന്നും അതല്ല അതൊക്കെ തിരിച്ചു വരുമ്പോൾ വെറും 9,000 ലക്ഷം കോടി രൂപ മാത്രമാണ് തിരിച്ചു വരുള്ളൂ എന്നുള്ള വലിയ നുണ കേട്ടു നമ്മൾ. അതെ, അതുമാത്രമല്ല, 2000 രൂപയുടെ നോട്ട് ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിന് എനിക്ക് സ്മരിക്കാതെ നിവൃത്തിയില്ല, അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. 200 അടി താഴ്ചയിലിട്ട് സാറ്റലൈറ്റ് വഴി എൻ്റെ പൊന്നെ നാസയിൽ എടുത്ത് കിട്ടുമെന്ന് പറഞ്ഞത് ശ്രീജിത്ത് പണിക്കർ. താങ്കൾക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടാവും? ഇതൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. നമ്മളിങ്ങനെ ഒരു പഴയ കാലം പറയായിരുന്ന, നമ്മൾ മറ്റേ ഇതിൽ പറഞ്ഞത് കോമഡിക്കാരൻ പറഞ്ഞ പോലെയാ, പഴയ ഒരു കാലം എന്തായിരുന്നു. GST വന്നാൽ സാധനങ്ങളുടെ വില കുറയും. ഒരു സെൻട്രലാണ് ടാക്സ് കൊടുക്കണ്ടോ, ഇനി സാധനങ്ങളുടെ വില ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? അത് പറയാനായിട്ട് മഴ ഒരു ദിവസം പെയ്തുള്ളൂ വെച്ചാൽ മരം 7 ദിവസം പെയ്യുന്ന പോലെ പെയ്യാനായിട്ടുള്ള ആളുകൾ. എന്തായാലും തട്ടിപ്പുകളുടെ ഒരു പുതിയ കാലത്ത് മിണ്ടാതിരിക്കുന്ന മാധ്യമങ്ങൾ വല്ലാതെ കൗതുകം ജനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.